ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. BJP ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്നതോടെ മാറ്റം വരുന്നത്. ഇനി കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്, ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് എന്നാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം UDFിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ഒക്കെയുള്ള വരവ് വാർത്താമാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിനു മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്രയധികം വലിയ ആവേശം ഉയർത്തി. അതിൻ്റെ കാരണം അതാണ്. എല്ലാം കഴിഞ്ഞ് BJP ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത്. അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ്. അതാണ് ശ്രീ സന്ദീപ് വാര്യരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ, ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു, നാളെ UDFിൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ, ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം. അതാണ് ഇതിന്റെ ഒരു മാനുഷിക വശം, മാനവിക വശം. കേരളത്തിൽ നിന്ന് കൂടുതൽ BJPക്കാരന് UDFിലേക്ക് എത്തും, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞ അതാണ്. അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിൻ്റെ അർത്ഥം. കൂടുതൽ വരും, സംശയമില്ല. നേരത്തേക്ക് UDF പറയാണ്ടിരുന്നത് ഇപ്പോൾ ഈ BJPക്ക് രംഗത്ത് വരുന്നവരെ ED വിടുന്നു, അങ്ങനെ വിരട്ടുന്നു എന്നൊക്കെയുള്ള ആരോപണമായിരുന്നു കോൺഗ്രസും ലീഗും ഉന്നയിക്കാറ്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ അത്തരം ഒരു സംഗതി ഉണ്ടാവും? അല്ല, അതിപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മുഴുവൻ അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ലേ. ആരെങ്കിലും അതുകൊണ്ട് മാറിയോ? ആരെയാണ് വിട്ടിരിക്കണത്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരും നേർക്കും വിട്ടില്ലേ. അതുകൊണ്ടൊന്നും ആരും പതറിയിട്ടില്ലല്ലോ. അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ലേ എല്ലാവരും. അത് പ്രശ്നമല്ല. അദ്ദേഹം ഉദ്ദേശിച്ച പ്രധാന ഒരു സാധനമുണ്ട്, അതായത് അദ്ദേഹം മറുപക്ഷത്തായപ്പോൾ പോലും താങ്കൾക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അല്ല, അതായത് വേറൊരു കാര്യമാണ്, അധികം ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്. ശ്രീ സന്ദീപ് വാര്യർ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ഈ മണ്ണാർക്കാടും ഒക്കെ ആയിട്ട് എല്ലാവരോടും വളരെ സൗഹൃദ ഉള്ള ഒരാൾ തന്നെയായിരുന്നു. അതാണല്ലോ അങ്ങാടിപ്പുറത്ത് ശിഹാബ്ദങ്ങൾ ചെന്നപ്പോഴുള്ള കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതൊക്കെ നോക്കി കണ്ടും കൾച്ചർ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അധികവും അവരുടെ ഫാമിലിയോടും അതുപോലെ അദ്ദേഹത്തോടൊക്കെ നേരത്തെ ബന്ധമുള്ളവരാണ്. അത് വസ്തുതയാണ്. പക്ഷേ അത് നിങ്ങൾ ചാനലിലൊക്കെ അദ്ദേഹത്തെ വേറെ നിലയിൽ ഇങ്ങനെ അവതരിപ്പിക്കും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. പക്ഷേ പ്രാദേശിക ജനങ്ങൾക്കറിയാം ആ ഒരു കൾച്ചറുണ്ട്, അത് വസ്തുത. പാലക്കാട് 3 നഗരസഭാ കൗൺസിലർമാർ ഇപ്പോൾ യോജിപ്പൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേരങ്ങനെ വരാനോ അങ്ങനെ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്നിപ്പോൾ പാണക്കാട് എത്തിയ ശിഹാബ്ദങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള വിവിധ നേതാക്കൾ സ്ഥലത്തുണ്ട്. ഇവരുമായുള്ള കൂടിക്കാഴ്ചയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.